ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ബ്രെയിനിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ബ്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്പൈനൽ കോഡിൽ നിന്ന് ഒരുപാട് നെർവുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഒരുപാട് നെർവുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചൊക്കെ നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാഠത്തിൽ വളരെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈ സ്പൈനൽ കോഡിനെ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഈ സാധനമാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ബ്രെയിനിൻ്റെ 3 പ്ലെയിനിനെ കുറിച്ച് പറയാം. 3 ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിനിനെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ആദ്യം ബ്രെയിനിനെ മുകളിൽ നിന്ന് താഴോട്ട്, അതായത് വെർട്ടിക്കലി ഒരു സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് കൊറോണൽ പ്ലെയിൻ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അടുത്തതായിട്ട് ബ്രെയിനിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ആക്സിയൽ പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചിത്രത്തിൽ ഇങ്ങനെ കാണുന്നത് പോലെ. ഇനി മൂന്നാമതായിക്കൊണ്ട് ഈ ബ്രെയിനെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് സാഗിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ 3 പ്ലെയിനുകളാണ് തലച്ചോറിനുള്ളത്. അപ്പോൾ കൊറോണൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കുള്ള ഒരു കട്ടിംഗ് ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ നടുക്കൂടെ സെൻട്രലിലൂടെയുള്ള ഒരു പ്ലെയിനാണ്. അതുപോലെ സാഗിറ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ബാക്ക് ഭാഗത്തേക്കുള്ള ഒരു പ്ലെയിനാണ്. അപ്പോൾ ഇതാണ് ബ്രെയിനിൻ്റെ 3 പ്ലെയിനുകൾ. അപ്പോൾ ഇനിയും ഇതിൽ കുറേ ഭാഗങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഡോർസൽ, അടിയിൽ വെൻട്രൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇതൊക്കെ എന്താണ്? അതാണ് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ബ്രെയിനിൻ്റെ മുകൾ ഭാഗത്തിനാണ്, ടോപ്പിനാണ് ഡോർസൽ എന്ന് പറയുന്നത്. അതുപോലെ താഴ്ഭാഗത്തിനാണ് വെൻട്രൽ എന്ന് പറയുന്നത്, ബോട്ടം. ഫ്രണ്ട് ഭാഗത്തിന് ആൻറ്റീരിയർ എന്നും ബാക്ക് ഭാഗത്തിന് പോസ്റ്റീരിയർ എന്നും പറയുന്നു. അതുപോലെ 2 സൈഡുകൾക്ക് ലാറ്ററൽ എന്നാണ്. ഇത് ലാറ്ററൽ റൈറ്റ് സൈഡ്, ഇത് ലാറ്ററൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്തിന് മീഡിയൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രെയിനിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ബ്രെയിനിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഏകദേശം ഒരു അഡൾട്ടായ ഒരു ആളിൽ 1.5 കിലോഗ്രാം വരെ അതിന് ഭാരം ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ ബ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ജെല്ലി പോലെയാണ്. പിന്നെ അത് നമ്മുടെ 18 വയസ്സ് വരെ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. ഇനി ഈ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയാം. ആദ്യമായി കൊണ്ട് പറയുകയാണെങ്കിൽ ബ്രെയിനിന് ഒരു ശക്തമായിട്ടുള്ള ഒരു എല്ല് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മൾ തലയോട്ടി എന്ന് പറയില്ലേ, അതാണ് ബ്രെയിനിൻ്റെ ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ, സ്കൾ. രണ്ടാമതായി കൊണ്ട് ബ്രെയിന് മെനിഞ്ചസ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതിൽ നമ്മൾ സ്പൈനൽ കോഡിൻ്റെ അവിടെ പറഞ്ഞതുപോലെ ഡ്യൂറ മാറ്റർ, ആർക്കനോയിഡ് മാറ്റർ, പിയ മാറ്റർ എന്നിവ നമ്മുടെ ബ്രെയിനിലുമുണ്ട്. അതുപോലെ ബ്രെയിനിനെ സംരക്ഷണത്തിന് വേണ്ടി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും അതിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബ്രെയിനിനെ കുറിച്ച് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രെയിനിനെ 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് തലച്ചോറിൻ്റെ മുൻഭാഗം, ഒന്ന് നടുഭാഗം, മൂന്നാമത്തേത് പിൻഭാഗം. മുൻഭാഗത്തിന് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നു, നടുഭാഗത്തിന് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നു, പിൻഭാഗത്തിന് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിലുള്ള ഭാഗങ്ങൾ, അതായത് ഫോർ ബ്രെയിനിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? സെറിബ്രൽ കോർട്ടക്സ് ഉണ്ട്, അതുപോലെ ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോതലാമസ്, ഇവ അടങ്ങിയിട്ടുള്ളതാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ മിഡ് ബ്രെയിനിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ടെക്റ്റം, ടെഗ്മെൻറ്റം. ഹൈൻഡ് ബ്രെയിനിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെറിബെല്ലം, പോൺസ്, അതുപോലെ അവസാനമായിട്ട് മെഡുല്ല ഒബ്ലോങ്കട്ട. ഇതാണ് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.
അവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫോർ ബ്രെയിനിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഫോർ ബ്രെയിനിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ടെലൻസെഫലോൺ, രണ്ട് ഡയൻസെഫലോൺ. അപ്പോൾ ഈ ടെലൻസെഫലോണിൽ ഉള്ള ഭാഗങ്ങളാണ് സെറിബ്രൽ കോർട്ടെക്സ്, അതുപോലെ ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം. ഇതാണ് ടെലൻസെഫലോണിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി അവയെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തേത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മുകളിലായിക്കൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചുരുട്ടി മടക്കി വെച്ചതുപോലെ കാണാറുണ്ട് അല്ലേ, ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ തിക്ക് ഏകദേശം 2 to 4 മില്ലിമീറ്റർ ആണ്. അതായത് ഈ സെറിബ്രൽ കോർട്ടെക്സ് അതിൻ്റെ തിക്ക് വരുന്നത് 2 to 4 മില്ലിമീറ്റർ വരെയാണ്. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി ഇതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഇതിലെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്ററിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ സെറിബ്രൽ കോർട്ടെക്സിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് ഗ്രേ മാറ്ററും ഉൾഭാഗത്ത് വൈറ്റ് മാറ്ററും കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പുറം ഭാഗത്ത് ഗ്രേ മാറ്റർ ഉണ്ടാവുന്നതിന് കാരണം അവിടെ ഉള്ള കൂടുതൽ ന്യൂറോണുകളും അൺമൈലിനേറ്റഡ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പുറം ഭാഗത്തിന് ഒരു ഗ്രേ കളർ ലഭിക്കുന്നത്. ഇനി ഈ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ വൈറ്റ് മാറ്റർ ആണ് എന്ന് കാണാം. കാരണം അവിടെ കൂടുതൽ മൈലിനേറ്റഡ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് സൾക്കൈ ഗെയ്റൈ. എന്താണ് സൾക്കൈ ഗെയ്റൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ തന്നെ ചില ഭാഗത്ത് കുഴിയും ചില ഭാഗത്ത് പൊന്തി നിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പൊന്തി നിൽക്കുന്ന ഭാഗത്തെയാണ് ഗെയ്റൈ എന്ന് വിളിക്കുന്നത്. അതുപോലെ സൾക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ കുണ്ടിനെയാണ്, ഈ താഴ്ചയെയാണ് സൾക്കൈ എന്ന് പറയുന്നത്. അതുപോലെ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ ഹാഫ് ഭാഗത്തെയാണ് ഒരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓരോ ഹെമിസ്ഫിയറുകളാണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്തതായി നമുക്ക് ഇതിൻ്റെ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒരുപാട് സെൻസറി ഫങ്ഷൻസിനെ റിസീവ് ചെയ്യുന്നത് ഈ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതുപോലെ ഒരുപാട് മോട്ടോർ റെസ്പോൺസിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുപോലെ തലച്ചോറിലേക്ക് ലഭിക്കുന്ന ഓരോ ഇൻഫർമേഷൻസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തതായിക്കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗം ബേസൽ ഗാംഗ്ലിയയെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ബേസൽ ഗാംഗ്ലിയ കാണപ്പെടുന്നത് ഈ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഉള്ളിലായിക്കൊണ്ടാണ്. അതുപോലെ ഇതിലധികവും വൈറ്റ് മാറ്റർ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് നമുക്ക് അല്പം ഗ്രേ മാറ്ററിനെയും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ബേസൽ ഗാംഗ്ലിയയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വളണ്ടറി മോട്ടോർ ഫങ്ഷൻസിനെ സഹായിക്കുന്നു. വളണ്ടറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിവോടുകൂടെ വേണമെന്ന് വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് വളണ്ടറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്നത് ഈ ബേസൽ ഗാംഗ്ലിയയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഏതെങ്കിലും ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയും അതുവഴി അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ രൂപത്തിലുള്ള സ്ട്രോക്ക് ഉണ്ടാവുന്നതിന് അത് കാരണമാവുന്നു. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ലിംബിക് സിസ്റ്റത്തെക്കുറിച്ച് നോക്കാം. ആദ്യമായി ഈ ലിംബിക് എന്ന ഈ വാക്കിൻ്റെ അർത്ഥം റിങ് എന്നാണ്. കാരണം അതിൻ്റെ ഷേപ്പ് തന്നെ ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് സിംഗുലേറ്റ് ഗൈറസ്, അതുപോലെ തലാമസ്, ഹിപ്പോതലാമസ്, അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്. അതുപോലെ ഈ ലിംബിക് സിസ്റ്റം ഓൾഡ് ബ്രെയിൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻ, അതുപോലെ മോട്ടിവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ്. ഇതൊക്കെയാണ് ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനുകൾ. ഇപ്പോൾ നമ്മൾ ടെലൻസെഫലോൺ നോക്കി, അഥവാ സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, ഇത് മൂന്നും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെൻസെഫലോൺ. അതിലുള്ളത് തലാമസ്, ഹൈപ്പോതലാമസ് എന്നീ രണ്ട് ഭാഗങ്ങളാണ്.
അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അതിന് കേവലം 7 ഗ്രാം മാത്രമാണ് അതിൻ്റെ ഭാരം. അപ്പോൾ അതിങ്ങനെ കാണാൻ ചെറുതാണെങ്കിലും അതിൻ്റെ ഫങ്ഷൻ അതുപോലെയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ സർവൈവൽ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ എൻഡോക്രൈൻ സിസ്റ്റവുമായി കൊണ്ട് ബന്ധപ്പെടുത്തുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഹോർമോണുകളെ കുറിച്ചൊക്കെ പാഠം ശേഷം വരുന്നുണ്ട്. അതിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നൊക്കെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഹൈപ്പോതലാമസ് ആണ്. ഇനി നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഏറ്റവും മുകളിലായി കൊണ്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് തലാമസ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യിക്കുക എന്നതാണ്. അതുപോലെ നമ്മുടെ കോർട്ടെക്സുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ വേറെ പോയിന്റും പാടുണ്ട്. ഹൈപ്പോതലാമസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലുള്ള വേരിയേഷന് കാരണമാകുന്നു. അപ്പോൾ നമ്മുടെ ഫോർ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ നോക്കി ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് മിഡ് ബ്രെയിനിനെ കുറിച്ച് നോക്കാം. അപ്പോൾ മിഡ് ബ്രെയിൻ മെസെൻസെഫലോൺ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഇതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ടെക്റ്റം, 2 ടെഗ്മെൻറ്റം. അപ്പോൾ ടെക്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മിഡ് ബ്രെയിനിൻ്റെ ഏറ്റവും മുകളിലായി കൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് പ്രധാനമായും നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷൻസ് അതുപോലെ ഓഡിറ്ററി ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇനി മിഡ് ബ്രെയിനിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ടെഗ്മെൻറ്റം. അപ്പോൾ ഇതിൽ ഉള്ള ഒരു സാധനമാണ് സബ്സ്റ്റാൻറ്റിയ നിഗ്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ പാർക്കിൻസൺ ഡിസീസ് അതെന്താണെന്ന് നമുക്ക് നമ്മൾ ബ്രെയിനിന് തകരാറ് വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ പാർക്കിൻസൺസ് ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഡോപ്പമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സബ്സ്റ്റാൻറ്റിയ നിഗ്ര. അത് ഈ ടെഗ്മെൻറ്റത്തിൽ കാണപ്പെടുന്നു. അതുപോലെ നമ്മുടെ മോട്ടോർ ഫങ്ഷൻസിനെ സഹായിക്കുന്ന റെഡ് ന്യൂക്ലിയസും ഇവിടെ കാണപ്പെടുന്നു. അതുപോലെ നമ്മുടെ അറോസൽ, സ്ലീപ്പ്, അറ്റൻഷൻ, മസിൽ മൂവ്മെൻറ്റ്സ് തുടങ്ങിയവയൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് സഹായിക്കുന്ന ഒരുപാട് ന്യൂറോൺസ് ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തലയുടെ പിൻഭാഗത്തെക്കുറിച്ച് നോക്കാം, ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെറിബെല്ലം, പോൺസ്, അതുപോലെ മെഡുല്ല ഒബ്ലോങ്കറ്റ. ഈ ഭാഗമാണ് നമ്മുടെ മൂവ്മെൻറ്റ്, ബാലൻസ്, അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ ലൈഫ് സസ്റ്റെയിനിങ് ഫങ്ഷൻസ് ഇതൊക്കെ നിർവഹിക്കുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് സെറിബെല്ലം, അതുപോലെ ഈ ഭാഗത്ത് പോൺസ്, ഇവിടെ മെഡുല്ല. ഇതാണ് പ്രധാനപ്പെട്ട ഹെഡ് ബ്രെയിനിലെ ഭാഗങ്ങൾ. അപ്പോൾ ഈ സെറിബെല്ലമാണ് നമ്മുടെ സ്കെലറ്റൽ മസിൽസിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ അവയെ സ്മൂത്ത് ആക്കുകയും കൂടുതൽ എഫിഷ്യൻ്റായ രൂപത്തിലൊക്കെ മാറ്റുന്നത് ഈ സെറിബെല്ലം എന്ന ഭാഗമാണ്. അതുപോലെ നമ്മുടെ പോസ്ചർ, അതുപോലെ ലേൺഡ് റിഫ്ലക്സ്, ഹാബിറ്റ്സ്, സ്കിൽസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പോൺസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പോൺസ് എന്ന ഭാഗം കാണപ്പെടുന്നത് മെഡുല്ലയുടെ തൊട്ട് മുകളിലായിക്കൊണ്ടാണ്. അപ്പോൾ ഈ പോൺസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രിഡ്ജ് എന്നാണ്. അങ്ങനെ പേര് വരാൻ കാരണം ഈ പോൺസ് എന്നത് ഈ സെറിബെല്ലത്തിൻ്റെയും അതുപോലെ ബ്രെയിനിൻ്റെ മുകൾ ഭാഗത്തിലുള്ള പാർട്സിൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിഫ്ലക്സ്, അതുപോലെ സ്ലീപ്പ്, ഡ്രീം, അറോസൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇനി അവസാനമായിട്ട് നമുക്ക് മെഡുല്ല ഒബ്ലോങ്കട്ടയെ കുറിച്ച് നോക്കാം. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കട്ട അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 1 ഇഞ്ചാണ്. അപ്പോൾ ഇത് സ്പൈനൽ കോഡിൻ്റെ ടോപ്പിലായും കൊണ്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള ഭാഗവുമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സസ്റ്റെയിനിങ് ഫങ്ഷൻസ് ആണ് ഈ മെഡുല്ല ഒബ്ലോങ്കട്ട നിർവഹിക്കുന്നത്. അതുപോലെ നോൺ വിറ്റൽ റിഫ്ലക്സിൻ്റെ സെൻറ്റർ കൂടിയാണിത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റിംഗ്, അതുപോലെ ചുമ, സ്നീസിങ് തുടങ്ങിയതിൻ്റെയൊക്കെ സെൻറ്റർ കൂടിയാണ്. അതുപോലെ ഇത് നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വലതു ഭാഗത്ത് നിന്ന് വരുന്ന ഇൻഫർമേഷനെ ഇടതു ഭാഗത്തേക്കും
ഇടതുഭാഗത്തു നിന്ന് വരുന്ന ഇൻഫർമേഷൻസിനെ വലതുഭാഗത്തും സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹൈൻഡ് ബ്രെയിനിനെ കുറിച്ചും അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും പ്രധാനമായും പറയാനുള്ളത്. ഇനി അടുത്തതായിക്കൊണ്ട് നമുക്ക് സെറിബ്രൽ കോർട്ടക്സിൻ്റെ ലോബ്സുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ വിവിധ ലോബ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഔട്ടർ കവറിംഗ് ആണ്, പുറത്തുള്ള ഒരു ടൈറ്റായിട്ട് പാക്ക് ചെയ്ത ഒരു കവറിംഗ് ആണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സെറിബ്രൽ കോർട്ടക്സിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2 ഹെമിസ്ഫെയറുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു സാധനമാണ് ആ 2 ഹെമിസ്ഫെയറുകളെയും ബന്ധിപ്പിക്കുന്ന സാധനം. അതിൻ്റെ പേരാണ് കോർപ്പസ് കൊളാസം. ഈ കോർപ്പസ് കൊളാസത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കീറിപ്പോവുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 സൈഡിലുള്ള ബ്രെയിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം നമ്മുടെ വലത് ഭാഗം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഇടത് ഹെമിസ്ഫെയർ ആണ്. അതുപോലെ ഇടത് ഭാഗം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വലത്തെ ഹെമിസ്ഫെയർ ആണ്. നമുക്ക് വേറെ അങ്ങനെ അറിയാതിരിക്കുന്നത് നമ്മുടെ ഈ കോർപ്പസ് കൊളാസം എന്ന ഭാഗം കൊണ്ട് ഈ 2 ഹെമിസ്ഫെയറും ബന്ധിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇനി ഈ കോർപ്പസ് കൊളാസം ഇല്ലാതെയാവുകയാണെങ്കിൽ ഈ 2 ഹെമിസ്ഫെയറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായിക്കൊണ്ട് നമുക്ക് ഹെമിസ്ഫെയറിക് സ്പെഷ്യലൈസേഷൻ എന്ന 5ാമത്തെ പാഠത്തിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫ്രണ്ടൽ ലോബിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രണ്ടൽ ലോബ് ആ പേര് പോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ ഫ്രണ്ടൽ ലോബിലെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നമ്മുടെ മോട്ടോർ മൂവ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യുന്നു. അതിനുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുപോലെ ഹയർ ഓർഡർ ഫങ്ഷൻസ്, ഇമോഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ ബോർക്കാസ് ഏരിയയും ഈ ഫ്രണ്ടൽ ലോബിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പീച്ചിനെ കുറിച്ചിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തിന് തകരാറ് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സംസാരത്തെ ബാധിക്കുന്നു. ഇത് കണ്ടെത്തിയ ആളാണ് ബോർക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ബോർക്കാസ് ഏരിയ എന്ന് പേര് വെച്ചത്. അടുത്തൊരു ഭാഗമാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓഡിറ്ററി ഇൻഫർമേഷൻസ്, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, അതായത് ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കുക, അതുപോലെ കാഴ്ച, അതുപോലെ ഒരു വസ്തു അനങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കൽ, അതുപോലെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, ഇമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗം കൺട്രോൾ ചെയ്യുന്നത്. അടുത്തൊരു ഭാഗമാണ് പാരിറ്റൽ ലോബ്. അത് തലച്ചോറിൻ്റെ സെറിബ്രൽ കോർട്ടക്സിൻ്റെ മുകളിലായിക്കൊണ്ട് കാണപ്പെടുന്ന ഭാഗം. അത് നമ്മുടെ ടച്ച് സെൻസേഷൻ, അതുപോലെ വിഷ്വൽ ഇൻഫർമേഷൻസും അതുപോലെ നമ്മളുടെ ഓഡിറ്ററി ഇൻഫർമേഷൻസ് ഇതിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ്. ഇനി അടുത്തൊരു ഭാഗമാണ് ഒക്സിപേറ്റൽ ലോബ്. അത് തലച്ചോറിൻ്റെ ഏകദേശം പിന്നിലായിക്കൊണ്ട് കാണപ്പെടുന്ന ഒരു ഭാഗം. അത് ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലുകളെയൊക്കെ സ്വീകരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഇപ്പം ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് തലച്ചോറിൻ്റെ പുറം ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ഇനി അതിൻ്റെ ഉള്ളിലൊരു ഭാഗം കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഇൻസുല. ഇത് നമ്മുടെ ടെമ്പറൽ ലോബിൻ്റെ ഉള്ളിലായിക്കൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ വിഷൻ, കാഴ്ച, അതുപോലെ കോൺഷ്യസ്നെസ്, ഇമോഷൻസ്, അതുപോലെ നമ്മുടെ ഹോമിയോസ്റ്റേസിസ്, നമ്മൾ സാധാരണ അവസ്ഥയിലായിരിക്കുക, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇൻസുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ തരം ലോബ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ചെറിയൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുഭാഗത്തെക്കുറിച്ച് അറിയുന്നതിന് നമ്മെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ ഒരുപാട് ഭാഗങ്ങൾ, തലച്ചോറിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ചേർന്നുകൊണ്ടാണ്. അടുത്തത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇതിലൊരു കൂട്ടം ന്യൂറോൺസുകളാണുള്ളത്. അത് നമ്മുടെ അവെയ്ക്ക്, അതുപോലെ ഉറങ്ങുക, അതുപോലെ ഡ്രീമിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടാകുന്നത്. അടുത്തായിട്ടുള്ള മറ്റൊന്നാണ് ആംഫെറ്റമിൻ.
അതൊരു ഡ്രഗാണ്. അത് നമ്മുടെ വേക്ക്ഫുൾനെസ്സിനെയും അതുപോലെ അലേർട്ട്നെസ്സിനെയും ഒക്കെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതം ഒരു താളാത്മകമാക്കുന്നത്, അതുപോലെ നമുക്ക് നല്ല ഉറക്കം തരുന്ന ഒരു ഗ്രന്ഥിയാണ് പീനൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ഒരുപാട് ഡിസോർഡേഴ്സിന് കാരണമാകും. അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെയാണ് അൽഷിമേഴ്സ്. അപ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസ് ഡീജനറേറ്റ് ആകുമ്പോൾ, അഥവാ അത് നശിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് പഴയതുപോലെ ഫങ്ഷൻ ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ്. ഇത് പ്രധാനമായും നമ്മുടെ മെമ്മറി, അറ്റൻഷൻ, അതുപോലെ മോട്ടോർ റെസ്പോൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക, അറ്റൻഷൻ തീരെ കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. ഇനി മറ്റൊരു അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത് കൂടുതലായിട്ടും മെയിൽസിലാണ് ഉണ്ടാവുക. അതുപോലെ ഇതൊരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ മിഡ് ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരമാകെ വിറക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഒരാൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ വിറക്കുന്നതായിട്ട് കാണും. എന്നാൽ ഒരു വളണ്ടറി പ്രവർത്തനം ചെയ്യുന്ന സമയത്തോ ഉറങ്ങുന്ന സമയത്തോ ഉണ്ടാവുകയില്ല, ഇങ്ങനെ വിറയൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് കാരണം നമുക്ക് ഒരുപാട് കൊഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഉണ്ടാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ട്രോക്ക്. ഇത് സ്ട്രോക്ക് ഉണ്ടാവുക നമ്മുടെ തലച്ചോറിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആവുന്ന സമയത്തോ ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പാരലൈസ്ഡ് ആവാനും അതുപോലെ കോമയിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ സെലോറസിസ്. അപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസ് നശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കാരണമായിക്കൊണ്ട് നമ്മുടെ മസിൽസ് വീക്കാവുന്നു, അതുപോലെ കാഴ്ചയിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ വിറയൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതാണ് സെറിബ്രൽ പ്ലാസി. ഇത് സാധാരണ ഒരു ചൈൽഡ്ഹുഡ് ഡിസീസാണ്. ഇത് അധികം ഉണ്ടാവുന്നത് നമ്മൾ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ ടിഷ്യൂസ് ഡാമേജ് ആവുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ശരീരത്തിൻ്റെ ഒരു സൈഡിലെ മുഴുവൻ ഭാഗങ്ങളോ ചലിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എപ്പിലെപ്സി അഥവാ അപസ്മാര രോഗം. ഇനി അവസാനമായിക്കൊണ്ട് നമുക്ക് നോക്കാനുള്ളത് അംനേഷ്യ. അംനേഷ്യയെക്കുറിച്ച് മെമ്മറി ലോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോവുക എന്നതാണ് ഈ ഒരു രോഗം. ഇത് നമ്മുടെ തലക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി പറ്റുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ നോക്കാനുള്ളത്. ഇതോടുകൂടെ നമ്മളെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു.